ഇനിയും എന്തിന് ഇന്ത്യ മുന്നണി? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായതോടെ ഉയരുന്ന പ്രധാന ചോദ്യമാണിത്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ നായകരായ കോൺഗ്രസിന് ജനം നൽകിയത് വട്ടപൂജ്യം. ദശാബ്ദങ്ങൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെ രാജ്യത്തിന്റെ ഹൃദയഭൂമി ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞെന്ന് വേണം കരുതാൻ. ആം ആദ്മിയെയും ചൂലുകൊണ്ട് തന്നെ തൂത്തുവാരിയാണ് BJP കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയുടെ ഭരണത്തിലെത്തിയത്. AAPയുടെ എല്ലാമായ അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ 4025 വോട്ടുകൾക്കാണ് നിലംപരിശാക്കിയത്. ഇവിടെ BJPയിലെ പർവേഷ് വർമ്മ വിജയം കൊയ്തു. ആം ആദ്മി നേതാവ് മനീഷ് സിസോദിയ ജംഗ്പൂര മണ്ഡലത്തിൽ 594 വോട്ടിനാണ് BJPയിലെ തർവീന്ദർ സിംഗ് മർവയോട് തോറ്റത്. മുഖ്യമന്ത്രി അതിഷിയുടെ വിജയം മാത്രമാണ് ആം ആദ്മിക്ക് ആശ്വാസം പകരുന്നത്. അവസാന ഫലം പുറത്തു വരുമ്പോൾ BJP 47ഉം ആം ആദ്മി 23 മണ്ഡലങ്ങളും വിജയിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യത്തിൽ കോൺഗ്രസിന് സന്തോഷിക്കാം. മോൻ മരിച്ചാൽ എന്താ, മരുമോടെ കണ്ണീര് കാണാമല്ലോ. BJPയുടെ പല വിജയങ്ങളും 1000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ്. ഈ മണ്ഡലങ്ങളിലാകെ ഇന്ത്യ മുന്നണി നേതാവിന് അതിലധികം വോട്ട് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരണവും പരോക്ഷമായി BJPക്ക് സഹായമായി.